കാസർഗോഡ് പെരിയയിൽ വ്യാപക ആക്രമണവുമായി കോൺഗ്രസ്. സിപിഐഎം ഓഫീസുകളും വായനശാലകളും പാർട്ടി പ്രവർത്തകരുടെ വീടുകളും സ്ഥാപനങ്ങളും തല്ലിത്തകർത്തു. 5 കോടിയുടെ നഷ്ടമെന്ന് പി കരുണാകരൻ എം പി. അക്രമബാധിത മേഖലകൾ സന്ദർശിക്കാനെത്തിയ പി കരുണാകരൻ ഉൾപ്പെടെയുള്ള നേതാക്കളെ കോൺഗ്രസുകാർ തടഞ്ഞു. നേതാക്കൾക്ക് നേരെ അസഭ്യവർഷവും ചൊരിഞ്ഞു. വിവരങ്ങളുമായി സണ്ണി ജോസഫ് ചേരുന്നുണ്ട്. സണ്ണി, എന്തൊക്കെയാണ് പുതിയ വിശദാംശങ്ങൾ? ആനന്ദ്, കഴിഞ്ഞ ദിവസം കോൺഗ്രസ് പ്രവർത്തകർ കൊല്ലപ്പെട്ട പെരിയയിൽ വ്യാപകമായ ആക്രമണമാണ് പിന്നീട് ഹർത്താലിന്റെ മറവിൽ കോൺഗ്രസുകാർ നടത്തിയത്. സിപിഎമ്മുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ, പാർട്ടി ഓഫീസുകൾ, കടകൾ, പിന്നെ വെയിറ്റിംഗ് ഷെഡുകൾ, സ്മാരക സ്തൂപങ്ങൾ, അങ്ങനെ വലിയ രീതിയിലുള്ള ആക്രമണമാണ് നടന്നത്. ഈ പ്രദേശങ്ങളിൽ കഴിഞ്ഞ ദിവസം പെരിയ പ്രദേശങ്ങളിൽ നേതാക്കൾ സന്ദർശനം നടത്തിയിരുന്നു. സിപിഎമ്മിന്റെ നേതാക്കൾ ഇന്ന് കല്യോട്ട് മേഖലയിൽ, കോൺഗ്രസിന്റെ സ്വാധീന മേഖലയുള്ള ഈ പ്രദേശത്ത് പോലീസിനെയും ജില്ലാ ഭരണകൂടത്തെ അറിയിച്ചാണ് പി കരുണാകരൻ വീട് നിറത്തിൽ സിപിഎമ്മിന്റെ ജില്ലയിലെ മുതിർന്ന നേതാക്കൾ സന്ദർശനത്തിന് തയ്യാറായത്. എംഎൽഎമാരും കൂടെയുണ്ടായിരുന്നു. ഇവർ കല്യോട്ട് ടൗണിലേക്ക് പ്രവേശിക്കുമ്പോൾ തടയാൻ വേണ്ടിയിട്ടുള്ള ഒരു വിഫല ശ്രമമാണ് കോൺഗ്രസ് നടത്തിയത്. പോലീസിന്റെ സന്ദർഭോചിതമായ ശക്തമായ ഇടപെടലിനെ തുടർന്ന് അത് വിഫലമാക്കാൻ വേണ്ടി സാധിച്ചു. എങ്കിലും 2 തവണ നേതാക്കളെ അസഭ്യം പറയുകയും തടയുവാനുമെല്ലാം ശ്രമം നടത്തി. പിന്നീട് നേതാക്കൾ ഈ പ്രദേശത്തെ ആക്രമണം നടന്ന സ്ഥാപനങ്ങൾ സന്ദർശിച്ചു. സിപിഎമ്മിന്റെ പാർട്ടി ഓഫീസുകൾ, വായനശാലകൾ, പ്രവർത്തകരുടെ വീടുകൾ, അഗ്നിക്കിരയാക്കിയ പ്രവർത്തകരുടെ വീടുകൾ തുടങ്ങിയ സ്ഥലങ്ങളെല്ലാം സന്ദർശിച്ചു. വലിയ രീതിയിലുള്ള നാശനഷ്ടമാണ് കൊള്ളയിലും കൊള്ളിവയ്പ്പിലും ഉണ്ടായിരിക്കുന്നത്. പണം പോലും വീടുകളിൽ നിന്ന് മോഷ്ടിച്ചുകൊണ്ട് പോയി. ഒരു വീട്ടിൽ നിന്ന് 16 പവന്റെ സ്വർണ്ണാഭരണങ്ങളാണ് കവർ ചെയ്ത്. ഈ നിലയിൽ നടത്തിയിരിക്കുന്ന വ്യാപകമായ ആക്രമണങ്ങൾ ഒക്കെ സന്ദർശിച്ച ശേഷം പി കരുണാകരൻ എം പി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് 5 കോടിയിലേറെ രൂപയുടെ നഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നു. അക്രമികളെ ഉടൻ പിടികൂടണം. ഇന്ന് അവിടെ കല്യോട്ട് നടത്തിയ പ്രതിഷേധത്തിനിടയിൽ ഈ ആക്രമണം നടത്തിയ പ്രതികൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇവരെയൊന്നും പോലീസ് പിടികൂടുന്നില്ലെന്നുള്ള ആക്ഷേപം സിപിഎം നേതൃത്വത്തിനുണ്ട്. പി കരുണാകരൻ എം പി അക്കാര്യം സൂചിപ്പിച്ചു. അക്രമികളിൽ നിന്ന് നഷ്ടം ഈടാക്കാൻ വേണ്ടി നടപടി ഉണ്ടാവണം. അക്രമികളെയെല്ലാം നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം എന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സണ്ണി, തീർച്ചയായും അതോടൊപ്പം റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരനും കേരളം ഒന്നാകെ ഈ വിഷയത്തെ തള്ളി പറയുമ്പോൾ അദ്ദേഹം ഈ കൊല്ലപ്പെട്ട ആളുകളുടെ വീട് സന്ദർശിക്കാൻ എത്തിയിരുന്നു. അദ്ദേഹത്തോടും വളരെ മോശമായ രീതിയിലാണ് ചില കോൺഗ്രസ് പ്രവർത്തകർ പെരുമാറിയത്. അതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ എന്താണ്? തീർച്ചയായും ആനന്ദ്, കേരളം ഒന്നടങ്കം അപലപിക്കുകയും സിപിഐഎം പ്രത്യേകിച്ച് അപലപിക്കുകയും ചെയ്ത സംഭവമാണ് പെരിയയിലെ കൊലപാതകം. ഈ സംഭവവുമായി ബന്ധപ്പെട്ട പാർട്ടിയുമായി ബന്ധമുള്ള ആളുകളെ പാർട്ടി ഇതിനകം പുറത്താക്കി. അവർക്കൊരു സംരക്ഷണവും നൽകില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അതനുസരിച്ച് നടപടികളും ഉണ്ടായിട്ടുണ്ട്. പാർട്ടി ഒരു തരത്തിലും ഈ പ്രവർത്തകരെ സംരക്ഷിക്കുകയോ അവരെ സഹായിക്കുകയോ ചെയ്യുന്നില്ല. പോലീസ് വളരെ കാര്യക്ഷമതയോടെ നിഷ്പക്ഷമായ ശക്തമായ നടപടികളാണ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചത്. ഏതാണ്ട് 3-4 ദിവസങ്ങൾ കൊണ്ട് തന്നെ 7ഓളം പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതിനും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാനും പോലീസിന് സാധിച്ചു. ഈ നിലയിൽ പിന്നീടാണ് ഇവിടെ ഈ പ്രദേശത്ത് സംഘർഷത്തിൽ അയവ് വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധി എന്ന നിലയിൽ തന്നെ റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടവരുടെ വീടുകൾ സന്ദർശിച്ചത്. ഇതിൽ കൃപേഷിന്റെ വീട് സന്ദർശിക്കുന്നതിനിടയിൽ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ അദ്ദേഹത്തിന് അധിക്ഷേപ വാക്കുകൾ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതിനിടയിൽ ഒരു പ്രാദേശിക നേതാവ് ആ പ്രവർത്തകനെ കവളിൽ തല്ലുന്ന ഒരു ദൃശ്യവും നമുക്ക് കാണാം. ഈ നിലയിൽ സംഘർഷം കൂടുതൽ വ്യാപിപ്പിക്കാൻ മന്ത്രിയെ വരെ അധിക്ഷേപിക്കുന്ന നിലയിലുള്ള ഒരു സമീപനമാണ് കോൺഗ്രസ് പ്രവർത്തകർ ഇവിടെ നടത്തിയത്. മാത്രമല്ല, സിപിഎം നേതാക്കൾ എം പിയുടെ നേതൃത്വത്തിൽ ഇവിടെ വീടുകൾ സന്ദർശിക്കാൻ വേണ്ടി താല്പര്യം പ്രകടിപ്പിച്ച് കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചെങ്കിലും നിഷേധാത്മകമായ സമീപനമാണ് DCC നേതൃത്വം സ്വീകരിച്ചത്. അത് ഉന്നത കോൺഗ്രസ് നേതൃത്വത്തെ ആയിട്ടുള്ള ആലോചനയുടെ ഭാഗം തന്നെയായിരുന്നു ആ നിഷേധം. ഇതേ തുടർന്നാണ് കൊല്ലപ്പെട്ടവരുടെ വീടുകളിൽ പി കരുണാകരൻ എം പി ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾക്കോ നേതാക്കൾക്കോ പോകാൻ കഴിയാതിരുന്നത്. ഈ നേതാക്കളെല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംഘർഷ മേഖലകൾ സന്ദർശിക്കാം. അക്രമം നടന്ന പ്രദേശങ്ങൾ മുമ്പ് കണ്ണൂരിൽ അങ്ങനെ ഒരു സമീപനം സ്വീകരിച്ചിരുന്നു. BJP RSS സംഘർഷം, അതുപോലെ കോൺഗ്രസുമായിട്ട് സംഘർഷങ്ങൾ ഉണ്ടായപ്പോൾ അക്രമം നടന്ന പ്രദേശങ്ങൾ നേതാക്കൾ സംയുക്തമായി സന്ദർശിക്കുക. അങ്ങനെ വരുമ്പോൾ പ്രവർത്തകർക്കിടയിലെ അകൽച്ച കുറയ്ക്കാനും സംഘർഷത്തിൽ അയവ് വരുത്തുവാനും സാധിക്കും. ആ നിലയിലുള്ള ശ്രമമാണ് കാസർഗോഡ് സിപിഎം നേതൃത്വം ശ്രമിച്ചത്. പക്ഷേ സംഘർഷസ്ഥിതി പൂർണ്ണമായി നിലനിർത്തുക എന്ന് തന്നെയാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നതെന്ന് ഇന്നത്തെ സ്ഥിതി കൊണ്ട് തന്നെ വിലയിരുത്താം. കല്യോട്ടിൽ സിപിഎമ്മിന്റെ ആക്രമിക്കപ്പെട്ട സ്ഥാപനങ്ങളും വീടുകളും ഒക്കെ സന്ദർശിക്കാൻ പോയ നേതാക്കളെ അധിക്ഷേപിക്കുവാനും അവരെ ചീത്ത വിളിക്കുവാനും അവരെ വഴിയിൽ തടയുവാനും ഒക്കെയാണ്
കോൺഗ്രസ് നേതാക്കൾ ശ്രമിച്ചത്. ശരി സണ്ണി, വിശദാംശങ്ങൾ വ്യക്തമാണ്. കാസർഗോഡ് നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ് പെരിയ വിഷയവുമായി ബന്ധപ്പെട്ടുകൂടി സണ്ണി ജോസഫ് നൽകിയത്. പെരിയയിലും പരിസര പ്രദേശത്തും കോൺഗ്രസ് നടത്തിയ ആക്രമണത്തിൽ 5 കോടിയുടെ നാശനഷ്ടമുണ്ടായെന്ന് പി കരുണാകരൻ MP. വ്യാപകമായി പൊതുമുതൽ നശിപ്പിക്കപ്പെട്ടതായും അദ്ദേഹം പ്രതികരിച്ചു. കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ്. സ്വത്തിനും ജീവനും സംരക്ഷണം നൽകുക എന്നുള്ളത് പോലീസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലയാണ്. അത് വെച്ചുകൊണ്ട് ഇപ്പോൾ നാശനഷ്ടമുണ്ടായാൽ ഏതൊക്കെ വകുപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് കേസെടുക്കാമെന്ന് പോലീസിനോട് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെയൊക്കെ ഈ കുഴപ്പമുണ്ടാക്കിയ ആൾക്കാർ, കേസിൽ പ്രതികളായിട്ടുള്ള ആൾക്കാർ തന്നെയാണ് അവിടെ മുദ്രാവാക്യം വിളിച്ചിട്ടുള്ളത് നമ്മൾ പോകുന്ന സമയത്ത്. അത് പോലീസുകാർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അത് വെച്ചുകൊണ്ട് ഇവിടെ നടന്നിട്ടുള്ള ഈ സംഭവം നിർഭാഗ്യകരമായിട്ടുള്ള ഒരു സംഭവം, അതിന്റെ മേലെ നടന്നിട്ടുള്ള ഹർത്താൽ, അതുമായി ബന്ധപ്പെട്ട് കല്യോട്ടും പെരിയയിലും ഒക്കെ ഉണ്ടായിട്ടുള്ള നാശനഷ്ടം വളരെ വളരെ ഭീകരമാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരം സംഭവങ്ങൾ ഒരിക്കലും ആവർത്തിക്കാൻ പാടില്ലാത്തതാണ്. ഇപ്പോൾ പാലക്കാട് യൂണിവേഴ്സൽ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിൽ പുതിയ മന്ദിരം നൽകിക്കൊണ്ട് മുഖ്യമന്ത്രി അതിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുന്നു. തത്സമയം ഇത് പരിഹരിക്കാൻ എന്താണ് മാർഗമെന്ന് സർക്കാർ ആലോചിച്ചു. ഇപ്പൊ നേരത്തെ പറഞ്ഞു, സർക്കാരിന്റെ 1000 ദിനം തികയുന്നതിന്റെ ഭാഗമായുള്ള പരിപാടികൾ എല്ലാ ജില്ലയിലും നടത്തുന്ന സമയമാണ്. ഇപ്പൊ നമ്മൾ നോക്കിയാൽ കാണാവുന്നത്, നടപ്പാക്കിയ വിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ 2 വർഷം കൊണ്ട് 3,41,000 വിദ്യാർത്ഥികൾ വർദ്ധിച്ചിരിക്കുന്നു. 3,41,000-ൽ പരം വിദ്യാർത്ഥികൾ പൊതുവിദ്യാലയങ്ങളിൽ വർദ്ധിക്കുക എന്നുള്ളത് നമുക്ക് സ്വപ്നം കാണാൻ കഴിയാത്തൊരു കാര്യമാണ്. പക്ഷേ നാട്ടുകാരും എല്ലാം സഹകരിച്ചുകൊണ്ട് നടത്തിയ പ്രവർത്തനം, ഓരോ വിദ്യാലയത്തിലെയും ടീച്ചർമാര്, അധ്യാപക രക്ഷാകർതൃ സമിതി, അവിടെയുള്ള പൂർവ്വ വിദ്യാർത്ഥികൾ, നാട്ടുകാര്, തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെ ജനപ്രതിനിധികൾ, അങ്ങനെ നാടാകെ ഇതിന്റെ ഭാഗമായി മാറുകയാണ്. ഒരു ഭാഗത്ത് പശ്ചാത്തല സൗകര്യം വർദ്ധിച്ചു, അക്കാദമിക് മികവ് വർദ്ധിച്ചു. ഇത് കുടുംബങ്ങൾക്കും രക്ഷാകർത്താക്കൾക്കും നാടിനും വിദ്യാർത്ഥികൾക്കും ബോധ്യമായി. അതുകൊണ്ട് പൊതുവിദ്യാലയത്തിലാണ് പോകേണ്ടത് എന്ന ചിന്ത സ്വാഭാവികമായി ശക്തിപ്പെട്ടു. അങ്ങനെയാണ് 3,41,000-ലധികം കുട്ടികൾ ഈ 2 വർഷം കൊണ്ട് പൊതുവിദ്യാലയത്തിൽ വർദ്ധിച്ചു. ഉന്നത വിദ്യാഭ്യാസ മേഖല നേരത്തെ ഇതുപോലെ തന്നെ നമ്മൾ അംഗീകാരം നേടിയൊരു മേഖലയാണ്. പക്ഷേ നമ്മുടെ നാട് ഏറ്റവും മികച്ചു നിൽക്കുന്നു എന്ന് പറയാവുന്ന അവസ്ഥയിലല്ല. നമ്മൾ ഉള്ള ദൗർബല്യങ്ങൾ കണ്ടാലല്ലേ അത് പരിഹരിക്കാനാവും. അപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നിലനിൽക്കുന്ന കുറവുകൾ പരിഹരിക്കാനുള്ള നടപടികൾ വലിയ തോതിൽ സ്വീകരിക്കുകയാണ്. അതിൽ നമ്മുടെ കോളേജുകൾ, നമ്മുടെ യൂണിവേഴ്സിറ്റികൾ ആദ്യം ദേശീയ തലത്തിൽ അംഗീകാരം നൽകും. അതോടൊപ്പം ലോകതലത്തിൽ അംഗീകാരം നേടാനാവും. ഇതിലേക്ക് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖല നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇക്കാര്യം യൂണിവേഴ്സിറ്റികൾ തന്നെ ഗൗരവമായി എടുക്കേണ്ടതായിട്ടുണ്ട്. അത് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർമാരുമായി ചർച്ച ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്.
ചില കാര്യങ്ങൾ അവരെ പ്രത്യേകമായി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായി ലോകപ്രശസ്ത ശാസ്ത്രജ്ഞരെ ക്യാമ്പസുകൾക്ക് പരിചയപ്പെടുത്തുന്ന എറുഡൈറ്റ് സ്കോളർ ഇത്തരമൊരു പദ്ധതി, അതോടൊപ്പം തന്നെ മെന്ററിംഗ് പ്രോഗ്രാമായ വാക്ക് വിത്ത് ദ സ്കോളർ, അക്കാദമിക് ഇന്നോവേഷനും ഗവേഷണവും തമ്മിലുള്ള ബന്ധം വളർത്തുന്ന ഫ്ലെയർ, ബിരുദാനന്തര വിദ്യാർത്ഥികളിടയിൽ ഗവേഷണം പ്രോത്സാഹിപ്പിക്കുന്ന FRS പദ്ധതി. ഇതിൽ ഗവേഷണം നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ടെങ്കിലും അതൊരു വലിയ കുറവുണ്ട്. ആ കുറവ് നികത്തണം. ഗവേഷണം നല്ല രീതിയിൽ, മെച്ചപ്പെട്ട രീതിയിൽ നമ്മുടെ നാട്ടിൽ നടക്കണം. അത് നേരത്തെ തന്നെ കണ്ടിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ഇത്തരത്തിലുള്ള പരിപാടികളെല്ലാം നമ്മുടെ സംസ്ഥാനത്ത് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ മെച്ചപ്പെടുത്താൻ വേണ്ടി ഒരുക്കുകയാണ്. യൂണിവേഴ്സൽ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിന്റെ പുതിയ മന്ദിര ഉദ്ഘാടനം സമർപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി സംസാരിക്കുകയായിരുന്നു പാലക്കാട്. തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടത്. ഒരു ചെറിയ ഇടവേള. കാനം രാജേന്ദ്രൻ നയിക്കുന്ന LDF വടക്കൻ മേഖലാ ജാഥ കോഴിക്കോട് ജില്ലയിൽ പര്യടനം തുടരുന്നു. 3-ാം ദിവസത്തെ ആദ്യ സ്വീകരണം എലത്തൂർ മണ്ഡലത്തിലെ ചേളന്നൂരാണ്. ഇന്ന് വൈകിട്ടോടെ കേരള സംരക്ഷണ യാത്ര കോഴിക്കോട് ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കും. AK ലതീഷ് ചേരുന്നു വിവരങ്ങളുമായി. ലതീഷ്, ഏറ്റവും ഒടുവിൽ ജാഥ എവിടെയാണ്? എങ്ങനെയുണ്ട് ജാഥയോടുള്ള കോഴിക്കോട് ജില്ലയിലെ ജനങ്ങളുടെ പ്രതികരണം? ആനന്ദ്, ഊഷ്മളമായ സ്വീകരണമാണ് വടക്കൻ മേഖല കേരള സംരക്ഷണ യാത്രയ്ക്ക് കോഴിക്കോട് ജില്ലയിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് 3-ാം ദിവസമാണ് കോഴിക്കോട് ജില്ലയിൽ കാനം രാജേന്ദ്രൻ നയിക്കുന്ന ജാഥ പര്യടനം നടത്തുന്നത്. ആദ്യ സ്വീകരണം എലത്തൂർ മണ്ഡലത്തിലെ ചേളന്നൂരായിരുന്നു. അല്പസമയം മുമ്പാണ് അവിടെ ജാഥ സ്വീകരണ പരിപാടികൾ സമാപിച്ചത്. ഉച്ച കഴിഞ്ഞ് ഇനി ജാഥ പൂവാട്ടുപറമ്പിലും രാമനാട്ടുകരയിലും സ്വീകരണം നൽകും. അവിടെ നിന്ന് വൈകിട്ട് കോഴിക്കോട് മുതലക്കുളം മൈതാനിയിലാണ് സമാപന സമ്മേളനം ഇന്ന് നടക്കുക. ഇന്നത്തോടുകൂടി കോഴിക്കോട് ജില്ലയിലെ 3 ദിവസത്തെ ജാഥാ പര്യടനം പൂർത്തിയാകും. നാളെ വടക്കൻ മേഖലാ ജാഥ മലപ്പുറം ജില്ലയിലേക്ക് കടക്കും. ബിജെപിയും കേരളത്തിൽ ഒരു ജാഥ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്നാൽ പാർട്ടിയിലെ തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് 4 ജാഥകളായാണ് ജാഥ നടത്താൻ അവർ തീരുമാനിച്ചിരിക്കുന്നതെന്ന് കാനം പരിഹസിച്ചു. ഒപ്പം ഇത് 5 വർഷമായി കർഷകർക്ക് വേണ്ടി ഒന്നും ചെയ്യാത്ത കേന്ദ്ര സർക്കാർ ഇപ്പോൾ 2000 രൂപ കർഷകരുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുമെന്നാണ് പറയുന്നത്. 15 ലക്ഷം അധികാരത്തിലെത്തിയാൽ 15 ലക്ഷം രൂപ ഓരോ ഇന്ത്യക്കാരന്റെയും അക്കൗണ്ടിൽ നിക്ഷേപിക്കുമെന്ന് പറഞ്ഞവരാണ് ഇപ്പോൾ 2000 രൂപ ബാങ്കിൽ നിക്ഷേപിക്കുമെന്ന് പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുന്നതെന്നും എന്നാൽ ഈ കാശ് തന്നെ എത്ര പേർക്ക് കിട്ടുമെന്ന് കണ്ടറിയണമെന്നും കാനം പറഞ്ഞു. ഇത്തരത്തിൽ കേന്ദ്രത്തിനും അതേപോലെ തന്നെ കോൺഗ്രസിനുമെതിരെ രൂക്ഷമായ വിമർശനമാണ് കാനം ജാഥയിൽ ഉയർത്തുന്നത്. ഒപ്പം മറ്റ് ജാഥ അംഗങ്ങളും വിവിധ കേന്ദ്രങ്ങളിൽ ഇന്ന് ആദ്യ സ്വീകരണം നടന്ന ചേളന്നൂരിൽ സംസാരിച്ചു. ഉച്ച കഴിഞ്ഞ് ഇനി ജാഥ പര്യടനമുള്ളൂ. അത് നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ പൂവാട്ടുപറമ്പ്, രാമനാട്ടുകര, മുതലക്കുളം എന്നിവിടങ്ങളിലെ സ്വീകരണത്തോടുകൂടി കോഴിക്കോട് ജില്ലയിലെ ജാഥ പര്യടനം പൂർത്തിയാകും. AK ലതീഷാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. കോടിയേരി നയിക്കുന്ന LDF തെക്കൻ മേഖലാ ജാഥ ആലപ്പുഴയിൽ 3-ാം ദിവസം പര്യടനം തുടരുകയാണ്. ഇന്ന് പര്യടനം പൂർത്തിയാക്കി ജാഥ കോട്ടയം ജില്ലയിൽ പ്രവേശിക്കും. ഇന്ത്യ പാക് സംഘർഷം യുദ്ധ സാഹചര്യത്തിലേക്ക് നീങ്ങുന്നതിനിടെ ശ്രീനഗറിന്റെ നിയന്ത്രണം അർദ്ധസൈനിക വിഭാഗം ഏറ്റെടുത്തു. ഇന്നലെ അർദ്ധരാത്രിയോടെ 100 കമ്പനി കേന്ദ്രസേനയെ വിമാനമാർഗം കശ്മീരിൽ വിന്യസിച്ചു. വിഘടനവാദി നേതാക്കളെ കൂട്ടത്തോടെ അറസ്റ്റ് ചെയ്ത് തടങ്കലിലാക്കുന്നു. ഹുറിയത്ത് നേതാക്കളെയും ജമാഅത്ത് ഓർഗനൈസേഷൻ പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്തു. വിവരങ്ങളുമായി സന്തോഷ് സർലിംഗ് ദില്ലിയിൽ നിന്ന് ചേരുന്നുണ്ട്. സന്തോഷ്, എന്തൊക്കെയാണ് ജമ്മു കശ്മീരിൽ സംഭവിക്കുന്നത്? വിശദാംശങ്ങൾ. അനന്ത് 45 കമ്പനി CRPF-നെയും 35 കമ്പനി BSF-നെയും 10 കമ്പനി വീതം SSB, ITBP-യിൽ നിന്നും
ആണ് അർദ്ധസൈനിക വിഭാഗങ്ങളെ ഇപ്പോൾ കാശ്മീരിലേക്ക് വിന്യസിച്ചിരിക്കുന്നത്. ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി വിമാനമാർഗമായിരുന്നു ഇവരെ കാശ്മീരിൽ എത്തിച്ച് അതിനുശേഷം തലസ്ഥാനമായ ശ്രീനഗറിന്റെ പൂർണ്ണ നിയന്ത്രണം കേന്ദ്രസേന ഏറ്റെടുക്കുകയും ചെയ്തു. ഈ സേനാ വിന്യാസത്തെക്കുറിച്ച് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത് വിഘടനവാദി നേതാക്കളെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് സംബന്ധിച്ച ക്രമസമാധാന പ്രശ്നം ഉയരാം, ഇത് നേരിടാനാണ് സേനാവിന്യാസം എന്നാണ്. വിഘടനവാദി നേതാവ് യാസിൻ മാലിക്കിനെ ശ്രീനഗറിന്റെ വസതിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു. മറ്റൊരു വിഘടനവാദി നേതാവും ജമാഅത്ത് ഇസ്ലാമിയുടെ തലവനുമായ അബ്ദുൾ ഹമീദ് ഹയാത്തും അറസ്റ്റിലാണ്. കൂടാതെ ഹുറിയത്തിന്റെ ജമാഅത്തിന്റെ നിരവധി പ്രവർത്തകരും കഴിഞ്ഞ 22-23 ദിവസങ്ങളെ രാത്രിയോടുകൂടി പോലീസ് തടങ്കലിലായി. ഇത് പ്രതിഷേധത്തിന് ഇടയാക്കുമെന്ന് കാശ്മീർ പോലീസും കരുതുന്നുണ്ട്. കാശ്മീർ താഴ്വരയിലെ നിരവധി വീടുകൾ ഇപ്പോഴും റെയ്ഡ് ചെയ്യുന്നുണ്ട്. നേതാക്കളെയും പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്യുന്നതിനെതിരെ ഇതിന് മുൻ മുഖ്യമന്ത്രി മെഹബൂബ മുഫ്തി പ്രതിഷേധിക്കുന്നു. അവർ ഇപ്പോൾ ട്വിറ്ററിലൂടെ അറിയിച്ചിരിക്കുന്നത് എന്ത് നിയമവ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ് ഈ അറസ്റ്റ്, ഇവർ മുന്നോട്ട് വയ്ക്കുന്ന ആശയത്തെ തടങ്കലിലാക്കാൻ കഴിയില്ല, വ്യക്തികളെ തടങ്കലിലാക്കുന്നതുകൊണ്ട് എന്ത് ഗുണം എന്നൊക്കെ മുഫ്തിയും രംഗത്തെത്തിയിട്ടുണ്ട്. കാശ്മീരിലെ മറ്റു രാഷ്ട്രീയ നേതാക്കളും ഇതിനെ വിമർശിക്കുന്നു. അതേസമയം സേനാ വിന്യാസം ഇന്ത്യ ഈ അതിർത്തി മേഖലകളിൽ നടത്തുന്നുണ്ട്. അത് പക്ഷേ രഹസ്യമാണ്. അക്കാര്യത്തെക്കുറിച്ച് മറ്റു വിവരങ്ങളൊന്നും സേന മുന്നോട്ട് വയ്ക്കുന്നുമില്ല. ശരി. ഇപ്പോൾ ഏറ്റവും പുതിയതായി ലഭിക്കുന്ന വിവരങ്ങൾ കൂടിയാണ് ഷർലിംഗ് നമ്മളോട് പങ്കുവച്ചത്. ഇന്ത്യ പാക് ബന്ധം അതീവ മോശമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അഭിപ്രായപ്പെട്ടു. പ്രശ്നം പരിഹരിക്കാൻ ഇരു രാജ്യങ്ങളുമായി ചർച്ച നടത്തുകയാണ്. പാകിസ്ഥാൻ നൽകി വന്ന $1.3 ബില്യൺ സഹായം നിർത്തിവച്ചതായും ട്രംപ് അറിയിച്ചു. അതേസമയം ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനം പിടിച്ചെടുത്തതായി പാകിസ്ഥാനും അറിയിച്ചു. മോസ്കും സെമിനാരിയും ഉൾപ്പെടുന്ന കെട്ടിട സമുച്ചയം ഇന്നലെ രാത്രിയോടെ പിടിച്ചെടുത്തുവെന്ന് പാക് വിദേശകാര്യ സെക്രട്ടറി ട്വീറ്റ് ചെയ്യുകയായിരുന്നു. സ്ഫോടനത്തിന് ശേഷം ഇതാദ്യമായാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യ പാക് ബന്ധത്തെക്കുറിച്ച് പ്രതികരിച്ചത്. നിരവധി ജവാന്മാരുടെ ജീവൻ ഇന്ത്യക്ക് നഷ്ടമായി. ഇരു രാജ്യങ്ങളും തമ്മിൽ ബന്ധം വളരെ അപകടത്തിലേക്കാണ് പോകുന്നത്. പ്രശ്നം പരിഹരിക്കാൻ നയതന്ത്ര ചർച്ചകൾ നടക്കുന്നു. പാകിസ്ഥാൻ അമേരിക്ക നൽകി വന്ന $1.3 ബില്യൺ സഹായം നിർത്തിവെച്ചതായും ട്രംപ് അറിയിച്ചു. അമേരിക്കയിൽ പാകിസ്ഥാൻ എംബസിക്ക് മുമ്പിൽ ഇന്ത്യക്കാർ പ്രതിഷേധ പ്രകടനം നടത്തി. നിരവധി പേർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. ഐക്യരാഷ്ട്രസഭയും തള്ളിപ്പറഞ്ഞതോടെ ജെയ്ഷെ മുഹമ്മദിനെതിരെ നടപടിയെടുക്കാൻ പാകിസ്ഥാൻ നിർബന്ധിതരായി. പാക് അധീന കാശ്മീരിൽ വരുന്ന ബഹാവാൽപൂരിലെ മോസ്കും സെമിനാരിയും ഉൾപ്പെടുന്ന കെട്ടിട സമുച്ചയം സർക്കാരിന്റെ നിയന്ത്രണത്തിലാക്കിയെന്ന് പാക് വിദേശകാര്യ സെക്രട്ടറി ട്വീറ്റ് ചെയ്തു. ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനമായാണ് ഇതറിയപ്പെടുന്നത്. 650-ലേറെ വിദ്യാർത്ഥികളും 70 ഫാക്കൽറ്റികളും ഉൾപ്പെടുന്ന സെമിനാരിയുടെ പ്രവർത്തനത്തിനായി പ്രത്യേക കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. അതേസമയം ജെയ്ഷെ തലവൻ മസൂദ് അസ്ഹർ എവിടെയാണെന്നതിനെക്കുറിച്ച് അറിവില്ല. ന്യൂസ് ബ്യൂറോ, ദില്ലി. കൊച്ചി ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ തീപിടുത്തത്തെ തുടർന്ന് നഗരത്തിൽ പുകശല്യം രൂക്ഷമായി. അമ്പലമുകൾ മുതൽ പടിഞ്ഞാറ് മറൈൻ ഡ്രൈവ് വരെ പുക മൂടിയ നിലയിലായിരുന്നു. പുക ശ്വസിച്ചവരിൽ ചിലർക്ക് ശ്വാസതടസ്സവും കണ്ണെരിച്ചിലും അനുഭവപ്പെട്ടു. അതേസമയം തീപിടുത്തം അട്ടിമറിയാണെന്ന് സംശയിക്കുന്നതായി കൊച്ചി മേയർ പ്രതികരിച്ചു. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുമെന്ന് ജില്ലാ കളക്ടറും അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ പ്ലാസ്റ്റിക് കൂനയ്ക്ക് തീപിടിച്ചത്. നിരവധി യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി ഒരു ദിവസത്തോളം പരിശ്രമിച്ചെങ്കിലും തീ മുഴുവനായും അണയ്ക്കാൻ കഴിഞ്ഞില്ല. അതേസമയം ഏക്കർ കണക്കിന് വ്യാപ്തിയിൽ തീ പടർന്നതോടെ ഇവിടെ നിന്നുള്ള പുക നഗരത്തെ മുഴുവൻ വിഴുങ്ങി. ചമ്പക്കര, വൈറ്റ്ല, കടവന്ത്ര, പനമ്പള്ളി നഗർ, MG റോഡ് എന്നീ പ്രദേശങ്ങളിലാകെ പുക നിറഞ്ഞു. പുക ശ്വസിച്ച പലർക്കും ശ്വാസതടസ്സവും കണ്ണെരിച്ചിലും അനുഭവപ്പെട്ടു. അത് കണ്ണെരിയാണ്. ഇന്നലെ തൊട്ട് ഉള്ളതാ. ഇന്ന് രാവിലെയും ഉണ്ടായിരുന്നു. കണ്ണെരിയാണ്, ശ്വാസം മുട്ടണത്. പിന്നെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. ഇവിടെയുള്ള ബുദ്ധിമുട്ട് ഇപ്പൊ നമുക്കിവിടെ മര്യാദക്ക് നിൽക്കാൻ പറ്റുന്നില്ല. അത് തന്നെ കണ്ണറിയുന്നുണ്ട്, ചെറിയ നീറ്റിലൊക്കെ ഉണ്ട്. ഭയങ്കരമായിട്ട് സഫോക്കേഷൻ ഉണ്ട്. ഇവിടെ വന്നിട്ട് ബുദ്ധിമുട്ടുണ്ട്. കണ്ണെരിയുന്നുണ്ട്. അല്ലെങ്കിൽ തന്നെ നമുക്കൊരു ക്ലൈമറ്റിന്റെ ഒരു ഇതുണ്ടായിരുന്നു. ഇതിന്റെ കൂടെ ഇതും കൂടെ ഇപ്പോൾ വല്ലാത്ത ബുദ്ധിമുട്ടുണ്ട്. തീപിടുത്തത്തിൽ അസ്വാഭാവികതയുണ്ടെന്നും ഭൂമാഫിയ അടക്കമുള്ളവരുടെ ആസൂത്രണമാണോ തീപിടുത്തമെന്ന് സംശയിക്കുന്നതായി കോർപ്പറേഷൻ മേയർ സൗമിനി ജെയിൻ പറഞ്ഞു. എന്നാൽ നഗരസഭയുടെ അനാസ്ഥയാണ് തുടർച്ചയായ തീപിടുത്തത്തിന് കാരണമെന്ന് കോർപ്പറേഷനിലെ പ്രതിപക്ഷം ആരോപിച്ചു. അതേസമയം സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തുമെന്ന് ബ്രഹ്മപുരം സന്ദർശിച്ച ശേഷം ജില്ലാ കളക്ടർ മുഹമ്മദ് വൈ സഫറുള്ള അറിയിച്ചു. പോലീസിന് കേസ് രജിസ്റ്റർ ചെയ്യാൻ ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. സോ ലെറ്റ് ദം ഡു എ ഫോർമൽ എൻക്വയറി. സോ അതുവരെ ഐ കനോട്ട് കമന്റ് ഓൺ ദാറ്റ്. 2 മാസത്തിനിടെ 4ാം തവണയാണ് ബ്രഹ്മപുരത്ത് മാലിന്യക്കൂനയ്ക്ക് തീപിടിക്കുന്നത്. ഇത്തവണ തീപിടുത്തം കൂടുതൽ രൂക്ഷമാവുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സ്വർണ്ണക്കടകളിലെ നികുതി വെട്ടിപ്പിൽ പീപ്പിൾ അന്വേഷണം തുടരുന്നു. പീപ്പിളിന്റെ ഒളി ക്യാമറയിൽ കുടുങ്ങിയത് കൊല്ലം കുണ്ടറയിലെ ചിന്നൂസ് ജ്വല്ലറി. ബില്ലോ GSTO ഇല്ലാതെ എത്ര സ്വർണം വേണമെങ്കിലും നൽകാമെന്ന് കടയുടമ.
കുണ്ടറയിലെ പ്രശസ്തമായ ജ്വല്ലറികളിൽ ഒന്നാണ് ചിന്നൂസ്. പ്രതിദിനം നടക്കുന്നത് ലക്ഷങ്ങളുടെ കച്ചവടം. മറ്റു പല ജ്വല്ലറികൾ എന്ന പോലെ ഇവിടെയും നടക്കുന്നത് GST വെട്ടിച്ചുള്ള കച്ചവടം തന്നെ. അതുകൊണ്ട് തന്നെ ഉപഭോക്താക്കൾക്ക് ബില്ലും നൽകാറില്ല. നൽകുന്നത് കടയുടെ പേര് പോലുമില്ലാത്ത എസ്റ്റിമേറ്റ് ബില്ല് മാത്രം. ചിന്നൂസിൽ നിന്നും ഞങ്ങൾ വാങ്ങിയത് 9.21 ഗ്രാം തൂക്കമുള്ള നെക്ലേസ്. പണിക്കൂലി ഉൾപ്പെടെ 33,690 രൂപ ബില്ല്. 2,690 രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് 31,000 രൂപ വിലയായി നൽകി. ചെറിയ കച്ചവടമായതിനാൽ GST നൽകണമെന്ന് ആദ്യം പറഞ്ഞു. വിവാഹത്തിന് കൂടുതൽ സ്വർണം എടുക്കുമെന്ന് പറഞ്ഞതോടെ GST കുഴപ്പമില്ലെന്നായി കടയുടമ. 2,450 GST ഇപ്പോൾ 560 കുറച്ച് 500 രൂപ കുറച്ചിട്ടുണ്ട്. 460 രൂപ വരുത്തുള്ളൂ. ഗോൾഡ് റേറ്റിന് 3% അപ്പം പകുതി ആക്കിയിട്ടുണ്ട്. 1.5 ഉള്ള രീതിയിലാക്കിയിട്ടുണ്ട്. ബില്ല് നമുക്ക് എസ്റ്റിമേറ്റ് അടിച്ചാലും ബില്ല് ചെയ്ത് പറ്റും. GST നമ്മുടെ അക്കൗണ്ടിലോട്ട് പോകുന്ന എല്ലാം എൻ്റെ കുട്ടികളെ കുട്ടിമോതിരൊക്കെ നമ്മളിവിടെ ചെയ്യുന്ന ഐറ്റമൊക്കെ ഒഴിവാക്കി കൊടുക്കും. അതൊക്കെ ഇതിന്റെ എമൗണ്ട് ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. നിങ്ങളുടെ എമൗണ്ട് എടുക്കത്തില്ല. 560 രൂപ കുറച്ചിട്ടുണ്ട്. GST 300 രൂപ 200 രൂപ വ്യത്യാസം. നൽകിയ ബില്ലിൽ കടയുടെ പേരോ അഡ്രസ്സോ യാതൊന്നുമില്ല. ബില്ലില്ലാത്ത സ്വർണത്തിന്റെ വിശ്വാസ്യതയും ചോദ്യം ചെയ്യപ്പെടുകയാണ് ഇവിടെ. കബളിപ്പിക്കപ്പെടുന്നതാവട്ടെ ഉപഭോക്താവും. എന്തുകൊണ്ട് എസ്റ്റിമേറ്റ് ബിൽ? യഥാർത്ഥ ബില്ല് നൽകാതെ നികുതി വെട്ടിക്കുകയാണ് കച്ചവടക്കാർ. ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്കെത്തിയാലോ സംഘടിതമായി ചെറുക്കും. ഫലത്തിൽ നാടിന്റെ വികസനത്തിനുതകേണ്ട പണം പല കീശകളിലേക്കും ഒഴുകുകയാണ്. ക്യാമറമാൻ പ്രമോദ് പന്നിയോടിനൊപ്പം KG ദിനകർ.